ലോകത്തെ എല്ലാവരും മുട്ടാൻ ഭയക്കുന്ന അമേരിക്ക, ഇസ്രായേൽ ഇവരോട് ഇറാൻ ഒരു ഭയവുമില്ലാതെ ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പലർക്കും സംശയമുണ്ടാകും. അതിന്റെ മറുപടിയാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ പത്രം തന്നെ ഇവിടെ ഇന്ന് വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇറാനെ 12 ദിവസത്തിനിടയിൽ തകർത്ത് കളഞ്ഞു, തരിപ്പണമാക്കി കളഞ്ഞു, അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി, ആണവ റിയാക്ടർ തച്ചുപൊളിച്ചു എന്നൊക്കെ ഭക്തന്മാർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും നമ്മൾ പറഞ്ഞു ഒന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല, ഇറാൻ സേഫ് ആണ് എന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കാര്യമാണ് ഇസ്രായേൽ സമ്മതിക്കുന്നത്. ആണവ റിയാക്ടറുകൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ ആ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ സമ്മതിച്ചതാണ്. അത് ഇനിയും തകർക്കാനുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ബോംബർ ഉപയോഗിച്ച് അമേരിക്കയും കഴിയുന്ന അത്രയും ഒക്കെ ശ്രമം നടത്തി. എല്ലാം പരാജയമായിരുന്നു. എന്നാൽ ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യവും കൂടെയുണ്ട്, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ തകർത്തിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ആഘോഷിച്ച കുറെ ആളുകളുണ്ട്. ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ പത്രം ടൈംസ് ഓഫ് ഇസ്രായേൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഇസ്രായേൽ മനസ്സിലാക്കിയതിന്റെ എത്രയോ താഴെയാണ് ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾ എന്നാണ്. കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല 2000 മിസൈലുകളായിരുന്നു ഇറാന്റെ കയ്യിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ പോകുമ്പോൾ. അതായത് ശക്തമായ പ്രഹരശേഷിയുള്ള 2000 ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും അതേ എണ്ണം ഇറാന്റെ കയ്യിൽ മിസൈലുകൾ അതേ ശക്തിയുള്ളത് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത്. ഇത് ഞാൻ കള്ളം പറഞ്ഞു എന്ന് ആരും പറയരുത്, ആവേശത്തിന് വേണ്ടി പറയുകയാണ് എന്നും പറയരുത്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേലിന് എന്താണ് സംഭവിച്ചത് എന്ന് ലോകം അറിഞ്ഞതാണ്. ഇസ്രായേലിന്റെ ഏതെല്ലാം മൊസാദിന്റെ കേന്ദ്രങ്ങൾ എത്ര തകർത്തു, അവരുടെ ഏതെല്ലാം എയർബേസുകൾ തകർത്തു, അവരുടെ പ്രധാനപ്പെട്ട ആണവ റിസർച്ച് സെന്ററുകൾ തകർത്തു. വാർത്തകളുടെ മാലപ്പടക്കം തന്നെ നമ്മൾ വായിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു ഇറാന് കാര്യമായ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന്. എന്നാൽ ഇപ്പോഴത്തെ ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ഉപരോധം കാരണം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകളൊന്നും ഇറക്കുമതി ചെയ്യാൻ ഇറാന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഉപരോധങ്ങളെയൊക്കെ മറികടന്ന് ഇപ്പോൾ ചൈനയും റഷ്യയും ഇത്തരത്തിലുള്ള പുതിയ തരം ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ ഇറാന് നൽകിക്കഴിഞ്ഞു. മാത്രമല്ല ചൈനയുടെയും റഷ്യയുടെയും പ്രതിരോധ സംവിധാനങ്ങളും എത്തിക്കഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് വസ്തുതാപരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും സമാധാനത്തിന് വേണ്ടി ചില ആളുകൾ ഇറാനെ തൂത്തെറിഞ്ഞു, ഇറാനെ ഇല്ലാതെയാക്കി എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇറാനോട് പ്രത്യേകമായ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല, പക്ഷേ ഇസ്രായേലിന്റെ ക്രൂരതകൾ അത്രയും കടുത്തതാണ്. ലോകത്ത് ഇസ്രായേൽ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിൽ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും അത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നീതീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ.